പുരാതന കാലത്ത് ഇന്നത്തെ ഹരിപ്പാട് കുമാരപുരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇന്നും ഹരിപ്പാടിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങൾ കുമാരപുരം എന്ന പേരിൽ തുടരുന്നു. ഇവിടെയുണ്ടായിരുന്ന പ്രധാന ക്ഷേത്രം ഇന്നത്തെ ക്ഷേത്രത്തിന് തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന കീഴ്തൃക്കോവിലായിരുന്നു. ദ്വിബാഹുവായ ബാലസുബ്രഹ്മണ്യൻ ഇവിടെ പ്രധാന പ്രതിഷ്ഠയായി പൂജിക്കപ്പെട്ടു. പക്ഷേ കുമാരപുരത്തിലെ നാട്ടുകാർക്കൊരു മഹത്തായ ഒരു സ്വപ്നമുണ്ടായി. ഒരു പുതിയ മഹാക്ഷേത്രം അയ്യപ്പസ്വാമിയെ പ്രതിഷ്ഠിക്കാനായി വിദഗ്ധരായ ശില്പികളെ ദൂരദേശത്തുനിന്നും വരെ വിളിച്ചു. മാസങ്ങൾക്കുള്ളിൽ ഒരു വിസ്മയം നിലകൊണ്ടു. അങ്ങനെയിരിക്കെ ഒരു രാത്രി എല്ലാ പ്രമാണികൾക്കും ഒരേ സ്വപ്നമുണ്ടായി. ഒരു തപസ്വി പ്രത്യക്ഷപ്പെട്ടു. അയ്യപ്പനല്ല, സുബ്രഹ്മണ്യനെയാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. അദ്ദേഹം വിശദീകരിച്ചു, കായംകുളം കായലിൽ ജലതിനടിയിൽ ഒരു പുണ്യവിഗ്രഹം ശയിക്കുന്നു. ത്രേതായുഗത്തിൽ പരശുരാമൻ പൂജിച്ച ഈ മൂർത്തി നീർച്ചുഴികളും പുഷ്പങ്ങളും കാണുന്ന സ്ഥലത്താണ്. പ്രഭാതത്തിൽ തന്നെ നാട്ടുപ്രമാണികൾ കായംകുളത്തേക്ക് പുറപ്പെട്ടു. സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരിടത്ത് വെള്ളം ചുറ്റിത്തിരിയുന്നതും പൂക്കൾ പൊങ്ങിയൊഴുകുന്നതും കണ്ടു. മുങ്ങിത്തപ്പിയപ്പോൾ അതിദിവ്യമായ സുബ്രഹ്മണ്യ വിഗ്രഹം ആ സ്ഥലം കണ്ടനല്ലൂർ എന്നറിയപ്പെട്ടു. കാലക്രമേണ അത് കണ്ടല്ലൂർ ആയി മാറി. വിഗ്രഹം കൊണ്ടുള്ള യാത്രയിൽ പായിപ്പാട്ടാറ്റിൽ വള്ളങ്ങളിലായി ഘോഷയാത്ര നടത്തി. ആ സ്മരണയ്ക്കായി ഇന്നും ചിങ്ങമാസത്തിലെ ചതയം നാളിൽ വള്ളംകളി നടത്തുന്നു. വഴിയിൽ അരനാഴിക വിശ്രമിച്ച സ്ഥലത്ത് പിന്നീട് അരനാഴിക ക്ഷേത്രം ഉയർന്നുവന്നു. അവസാനം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയിൽ ഉച്ചയുടെ ശുഭമുഹൂർത്തത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയത് പരശുരാമനായിരുന്നുവെന്ന് വിശ്വാസം. അദ്ദേഹത്തിന്റെ പാദം പതിഞ്ഞ ഈ പുണ്യഭൂമി ഹരിപ്പാദപുരം എന്നും പിന്നീട് ഹരിപ്പാട് എന്നും പേരുകേട്ടു. അങ്ങനെ കുമാരപുരത്തിന്റെ പുണ്യചരിത്രം ഹരിപ്പാടിന്റെ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഇന്നും ജീവിക്കുന്നു.